മഴത്തോരു മുമ്പേടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റീത്താമ്മ സ്റ്റാൻലിയെ ചോദ്യം ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ പിന്നെ എൻ്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിച്ചത്? അങ്ങനെ ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് ജീവിച്ചുകൂടായിരുന്നോ? അവളുടെ ജീവിതം നശിപ്പിക്കേണ്ടായിരുന്നല്ലോ. ഇനി നീ പറ, അവൾ എങ്ങനെ ജീവിക്കും, അവളും മക്കളും എങ്ങനെ ജീവിക്കും എന്നുള്ളതും കൂടെ നീ പറ എന്നൊക്കെ പറയുമ്പോൾ, ഇതുപോലെ എങ്ങനെ ജീവിച്ചോ, ഇപ്പം എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ അങ്ങ് ജീവിക്കണം, അല്ലാതെ എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് റീത്താമ്മ ചോദിക്കുന്നുണ്ട്, നീ എത്ര നിസ്സാരമായിട്ടാണല്ലേ ഈ കാര്യങ്ങൾ പറയുന്നത്? അങ്ങനെ മറ്റൊരു സ്ത്രീയിലുണ്ടായ ഒരു പെൺകുട്ടിയെ നീ കൂടെ താമസിക്കുമ്പം അവൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ, അവൾക്ക് അങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് വാങ്ങി പൊക്കോളാൻ പറ, അല്ലാതെ എനിക്കിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇനി റീത്താമ്മയ്ക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് റീത്താമ്മയെ ആട്ടി വിടുകയാണ്. അപ്പോൾ ആ സമയത്ത് റീത്താമ്മ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് ആ പെൺകുട്ടിയെ കാണണമെന്നുണ്ട്. എനിക്ക് അവളെ കണ്ടേ പറ്റുകയുള്ളൂ. ആരാണ് ആ കോലത്തെ തമ്പുരാട്ടി എന്നുള്ളതും സ്റ്റാൻലിയുടെ മനസ്സ് മാറ്റിയെടുത്തിട്ട് മകളാണെന്ന് പറഞ്ഞ് കൂടിയിരിക്കുന്ന അവളെ ഒന്ന് എനിക്ക് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, നല്ലതുപോലെയാണെങ്കിൽ റീത്താമ്മയ്ക്ക് കാണാം, അല്ലെങ്കിൽ തിരിച്ചു പോവാം, അവളെ ഞാൻ കാണാൻ സമ്മതിക്കില്ല. അവളെ വേദനിപ്പിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളതൊക്കെ ഞാൻ ചിലതൊക്കെ ചോദിക്കും, അത് അവളെ കണ്ടിട്ട് അവളുടെ പെരുമാറ്റം പോലെ തീരുമാനിക്കുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി അലീനയെ വിളിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന എന്ന് സ്നേഹത്തോടു കൂടെ വിളിക്കുന്നത് കണ്ടപ്പോൾ, ഓഹോ എന്തൊരു മയത്തിലാണ് വിളിക്കുന്നത്, എൻ്റെ അനിയത്തിയുടെ മക്കളെ ഇങ്ങനെ വിളിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അത് നിങ്ങളുടെ ദുഷിച്ച മനസ്സുകൊണ്ട് തോന്നുന്നതാണ് എന്നൊക്കെ സ്റ്റാൻലി പറയുകയാണ്. അങ്ങനെ പിന്നീട് അലീന അവരുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇവളോട് കുറച്ചല്പം സ്വകാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെ സ്വകാര്യമായിട്ടൊന്നും സംസാരിക്കേണ്ട, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ നിന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീനയോട് റീത്താമ്മ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇത്രയും വർഷം നീ എങ്ങനെ ജീവിച്ചോ അങ്ങനെ തന്നെ ജീവിച്ചാൽ പോരായിരുന്നോ? അല്ലാതെ സ്റ്റാൻലിക്ക് ഒരു മക്കളുണ്ട് എന്നുള്ളതും ഭാര്യയുണ്ട് എന്നുള്ളതും നിനക്ക് ചിന്തിച്ചാൽ അറിയാവുന്നതല്ലേ? അവരുടെ ജീവിതം കൂടെ തകർക്കാനാണോടി നീ ഇങ്ങോട്ട് വന്നത്? എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്ക്, അതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, അവൾ എങ്ങോട്ട് പോകണം, ഇവിടെ നിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ റീത്താമ്മയല്ല. റീത്താമ്മയ്ക്ക് ഇവിടെ അധികാരത്തിൽ ഒന്നും പറയാനാവില്ല. ഇത് സ്റ്റാൻലിയുടെ വീടാണ്, സ്റ്റാൻലിയുടെ തീരുമാനങ്ങളാണ് ഇവിടെ നടക്കുക. അത് കണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എത്രയും പെട്ടെന്ന് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നീട് അലീന പറയുന്നുണ്ട്, പപ്പ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അവർ സംസാരിക്കട്ടെ, എനിക്കൊരു പ്രശ്നമില്ല, ആരായാലും ഇങ്ങനെയല്ലേ പ്രതികരിക്കുക, പപ്പ ഇവിടെ നിന്ന് പൊയ്ക്കോ, പപ്പ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലിയെ പതുക്കെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ആ സമയത്ത് റീത്താമ്മ അലീനയോട് ഒന്നും കൂടെ ചൂടാവുന്നുണ്ട്, ഏടി നീ കൂടുതൽ പപ്പ പപ്പ എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് സോപ്പിട്ട് മയക്കിയെടുക്കണ്ട, നീ എന്താ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ വന്നതാണോ? അങ്ങനെ എൻ്റെ അനിയത്തിയുടെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്തുക്കളൊന്നും നിനക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ലടി. നീ അങ്ങനെ സുഖമായി ഇവിടെ ജീവിക്കാമെന്ന് കരുതണ്ട, നിന്നെ ഞാൻ ഇവിടുന്ന് കെട്ടുകെട്ടിക്കും, നീ എങ്ങനെ വന്നോ അതുപോലെ തന്നെ തിരിച്ചു പോകാൻ നോക്ക്, അല്ലെങ്കിൽ തല താഴ്ത്തി തല കുനിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് റീത്താമ്മ ചൂടാവുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് എന്നെ കെട്ടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്ക്, നമുക്ക് കാണാലോ. ഞാൻ സ്റ്റാൻലി പപ്പ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടാണ് നിന്നത്, പപ്പ എന്നോട് പോകാൻ പറഞ്ഞാൽ ഞാൻ നിമിഷം പോകും, അല്ലാതെ എനിക്കിവിടെ പിടിച്ച് തൂങ്ങി നിൽക്കണമെന്നും ആഗ്രഹമൊന്നുമില്ല. പിന്നെ പപ്പ എന്നുള്ള ആ ഒരു അധികാരം അതെനിക്ക് കിട്ടിയേ പറ്റുകയുള്ളൂ, എൻ്റെയും കൂടെ പപ്പയാണ്. നിങ്ങളുടെ അനിയത്തിയുടെ മക്കൾക്ക് എങ്ങനെ അത്രത്തോളം അവകാശമുണ്ട്, ആ അവകാശം എനിക്കുമുണ്ട്, എൻ്റെയും കൂടെ പപ്പയാണ് എന്നൊക്കെ അലീന മറുപടി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നീ കൂടുതലൊന്നും വിളച്ചിലെടുക്കല്ലേ പെണ്ണെ, നീ എൻ്റെ സ്വഭാവം നിനക്ക് തികച്ചറിയത്തില്ല, ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ വിജയം കണ്ടിട്ടേ അടങ്ങിയിരിക്കത്തുള്ളൂ, നീ കൂടുതൽ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, 10-23 വർഷങ്ങൾ ഞാൻ അനുഭവിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല, അതിനേക്കാളും വലുതൊന്നും എനിക്ക് വരാനില്ല, അതുകൊണ്ട് എന്തും നേരിടാൻ ഞാനും തയ്യാറാണ്, റീത്താമ്മക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ റീത്താമ്മ ചെയ്തോളൂ, എനിക്കതിലൊരു എതിർപ്പുമില്ല എന്ന് അലീന തിരിച്ച് മറുപടി കൊടുക്കുകയാണ്. അപ്പം മൂർഖമ്മാവിനെയാണോ കടിച്ചത് എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ റീത്താമ്മ നിൽക്കുന്നത്.